അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറായി റിസോർട്ടിൽ പോയതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ അയാനും അല്ല ബേബി 6 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ റിസോർട്ടിൽ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. സോ ഞാനതൊരു വ്ളോഗായിട്ട് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മുടെ കുതിരാൻ സ്ഥിരമായിട്ട് ഞാൻ എപ്പോഴും ഈ വഴി പോവുകയാണെങ്കിൽ എപ്പോഴും വീഡിയോസ് എടുക്കാറുണ്ട്, ക്ലിപ്സ് എടുക്കാറുണ്ട് കേട്ടോ. വാടാനപ്പള്ളി ഏകദേശം എത്തിയപ്പോൾ ആ കായലിൻ്റെ വ്യൂ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചു ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റിസോർട്ടിൽ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻസ് ഇവിടെ ഒരു പഴമയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ഇഷ്ടമാവുന്ന ടൈപ്പ് ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ആംബിയൻസിന് ഒരു 3.5 ഔട്ട് ഓഫ് 5 കൊടുക്കാം. സോ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റേക്കേഷൻ അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓരോരോ തറവാട് വീടിൻ്റെ ഫീലിലാണ് അവർ ഓരോ വില്ലാസും ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു പ്രീമിയം 2 BHK 2 ബെഡ്റൂം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ആംബിയൻസ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെറായി ബീച്ചിൽ നിന്ന് അടുത്താണ്. അപ്പോൾ നമുക്ക് ബീച്ച് ആക്സസും നല്ലോണം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതും ബീച്ചൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേക്കേഷൻ ഇവിടേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ച 4 മണി ആയതോടുകൂടി അവിടുത്തെ ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ അടുത്തൊരു ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു പോകും. അവിടെ നിന്ന് മീൻസ് ആ ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. ബീച്ച് സൈഡൊക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല രസമായിരുന്നു, നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഫുഡ് അത്യാവശ്യം നല്ല കത്തി പ്രൈസായിരുന്നു. കാരണം ഇഷ്ടംപോലെ ടൂറിസ്റ്റൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി ഫുഡിൻ്റെ പ്രൈസ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫുഡ് റെഡി ആവാനായിട്ട് അത്യാവശ്യം ടൈം എടുത്തു കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും അങ്ങനത്തെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മരത്തിലിങ്ങനെ ബൾബ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് വീഡിയോ എടുത്ത് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഒരു ബീച്ച് ഇങ്ങനെ കണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തിയിട്ടോ. മണിയൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോൺസ് ബിരിയാണിയും പിന്നെ കുറച്ച് സീ ഫുഡ് റിലേറ്റഡ് ഐറ്റംസൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ ബീച്ചിൽ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 5 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ആ സമയത്തുള്ളൊരു സ്കൈ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ച് സൈഡിലെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം കളിക്കാൻ പോകണം. അപ്പോൾ അയാനുവിന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയി ഏകദേശം. അപ്പോൾ ആ സൺസെറ്റിൻ്റെ വ്യൂവും ബീച്ചൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. In the good old days, remembering to forget all the bad ones. I remember. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു രാത്രി ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പം റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ രാത്രി അവിടെ ലൈറ്റ്സൊക്കെ കത്തിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ബീച്ച് റിസോർട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി റൂം എങ്ങനെയാണുള്ളതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് റൂമൊന്ന് കാണുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പം നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ അവർ നല്ലോണം നീറ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര വലിയ ഒരു സെറ്റപ്പൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു ആൻറ്റിക് ആംബിയൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് താമസിക്കാം. പിന്നെ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കായലുണ്ട്. അപ്പോൾ കായലിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഓരോ വില്ലാസായിട്ടാണ് ഇവിടുത്തെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റൂമിൽ തന്നെ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ച് ആ ഒരു മോർണിംഗ് വൈബ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ കായലിൻ്റെ ഒരു വ്യൂ കിട്ടും കേട്ടോ. ആ ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിക്കാൻ വേണ്ടി പോയി. 8 o'clock മുതൽ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ത്യൻ ഐറ്റംസും പിന്നെ സാധാരണ പോലെ എല്ലായിടത്തുള്ള ബ്രെഡ്, സോസേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അയാനുവിന് സ്വിമ്മിങ് പൂൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ അവിടെ സ്വിമ്മിങ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കുറച്ച് വേറൊരു ഫ്രണ്ട്സിനെയും കൂടെ അവിടെ കിട്ടി. അപ്പോൾ അവരെല്ലാവരും സ്വിമ്മിങ് പൂളിൽ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്തു. അപ്പം സ്വിമ്മിങ് പൂൾ ആക്സസ്സും ഉണ്ട്. ഇവിടെ പ്രൈവറ്റ് സ്വിമ്മിങ് പൂളൊന്നും അല്ല കേട്ടോ. രാവിലെ മുതൽ ഒരു 6 o'clock വരെയാണ് ഇവിടെ സ്വിമ്മിങ് പൂൾ ആക്സസ് ഉള്ളത്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പോകാനുള്ള സമയമായി. 11 മണിക്ക് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പം ഒരു 1 day നിങ്ങൾക്ക് സ്റ്റേക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 11 മണിയായപ്പോഴേക്കും അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പുതിയ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാൻ നോക്കും. സോ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബൈ ബൈ, താങ്ക് യു.